ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മാവ് പൂക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കാരണം പൂത്ത് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് അതിന് വേണ്ട പരിചരണം കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു 80% പൂക്കളും കൊഴിഞ്ഞു പോകും. ഈ പൂവിൻ്റെ ഇളം തണ്ടിൽ ഈ ചെറിയ ചെറിയ കീടങ്ങൾ, പലതരത്തിലുള്ള കീടങ്ങൾ വന്ന് അതിൻ്റെ നീര് ഊറ്റി കുടിച്ച് അതിനെ ഉണക്കിക്കളയാണ് ചെയ്യുന്നത്. മാവ് കർഷകരെ സംബന്ധിച്ച് അത് വളരെയധികം മനപ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ 1-2 മാവാണ് വെക്കുന്നതെങ്കിലും ഈ ഒരു ശ്രദ്ധ അതിനാവശ്യമാണ്. ഇതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്ന ഒരു സിസ്റ്റമിക് ഇൻസെക്ടിസൈഡാണ്. ഒരു തരം പൊടിയാണ്, ഒരു ഗ്രാനുവൽ രൂപത്തിലുള്ള ഒരു തരം പൊടി. അത് വെള്ളത്തിൽ നന്നായി ലയിക്കും. അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഒരു പ്രശ്നം ലളിതമായിട്ട് പരിഹരിക്കാൻ പറ്റും. അത് തക്കതായ സമയത്ത് തന്നെ ചെയ്യണം. ഇതുപോലെ മാവ് പൂത്ത് വരുന്ന സമയത്ത് ആ ടൈമിലാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രതിവിധി ചെയ്യേണ്ടത്. പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ പൂവിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല. അത് പോളിനേഷനെ ബാധിക്കും. മാവിന് മാത്രമല്ല, ഈ കശുമാവിനും ഇത് ബാധിക്കുന്നുണ്ട്. പണ്ട് കാലത്തൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പം കശുമാവിൻ്റെ എല്ലാം തളിരില, പൂക്കുല അടക്കം ഇങ്ങനെ കരിഞ്ഞുണങ്ങിപ്പോകുന്നത് കാണുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വളരെ ഫലപ്രദമായി തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഉൽപ്പന്നമാണ് തിയാമെത്തോക്സാം എന്ന കെമിക്കൽ നെയിമിൽ അറിയപ്പെടുന്ന ഒരു ഉൽപ്പന്നം. ഓരോ ബ്രാൻഡിനും ഓരോ പേരാണ് കൊടുക്കുന്നത്. പക്ഷേ നമ്മളതിൻ്റെ കെമിക്കൽ നെയിം മാത്രം നോക്കിയാൽ മതി. 5 ഗ്രാമിൻ്റെത്, 10 ഗ്രാമിൻ്റെത്, പിന്നെ അതിൽ വലിയ പാക്കറ്റെല്ലാം വരുന്നുണ്ട്. 5 ഗ്രാമിൻ്റെ വില വരുന്നത് 25 രൂപ. ഒരു ലിറ്റർ വെള്ളത്തിന് 1 ഗ്രാം എന്നുള്ള തോതിലാണ് ഇത് ലയിപ്പിക്കേണ്ടത്. ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ ഒരു 10 ദിവസത്തേക്കൊന്നും ചെയ്യണ്ട. 10 ദിവസം അതിൻ്റെ എഫക്റ്റ് കാണും. ഒരു ചെറിയ സ്പ്രേ ബോട്ടിലാണെങ്കിൽ 1/2 ഗ്രാം എടുത്താൽ മതി. 1/2 ഗ്രാം തൂക്കിയെടുക്കാൻ പ്രയാസമാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളന്നെടുത്താൽ മതി. ഈ കശുമാവിൻ്റെ താഴത്തെ കൊമ്പുകളിലെല്ലാം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റി. മുകളിലേക്ക് സ്പ്രേ ചെയ്യാൻ പറ്റാത്ത ഭാഗത്തുള്ള കൊമ്പുകൾ കണ്ടാൽ പ്രത്യേകം മനസ്സിലാവും. അധികവും ഉണങ്ങിപ്പോയിട്ടുണ്ട്. പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ പൂവിൽ സ്പ്രേ ചെയ്യരുത്. അതിൻ്റെ അടിവശത്ത് മാത്രം, ഞെട്ടിൽ മാത്രം കുറച്ച് ചെയ്ത് കൊടുക്കുക. മാവ്, കശുമാവ് എല്ലുള്ളവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്തായാലും ഫലം കിട്ടും. അതുകൊണ്ട് കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപകാരപ്പെടുന്നവർ ഉപകാരപ്പെട്ടോട്ടെ. പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യം, അതിൻ്റെ ആ സമയം മാറിപ്പോകരുത്. പൂക്കുല വിരിഞ്ഞ് വരുന്ന സമയം തന്നെ ഈ ഒരു ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കണം. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.